On the day, there was a wedding in Cana of Galilee, and the mother of Jesus was there. Now both Jesus and his disciples were invited to the wedding. അപ്പോൾ അവിടെ മൂന്നാം നാളിനെ കുറിച്ച് അവിടെ പറഞ്ഞു. ഞാനതിനെ തൊട്ട് പോവാണ്. എല്ലാവരും ആമേൻ പറഞ്ഞു. വളരെ പ്രാർത്ഥനയോടെയാണ്. മൂന്നാം നാള്, ഒന്നാം ദിവസം, രണ്ടാം ദിവസം യേശുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കഷ്ടതയുടെയും തള്ളൽപ്പടലിൻ്റെയും നിരാശയുടെയും തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവര്, ഞങ്ങൾ മരിച്ചാലും നിന്നെ തള്ളിപ്പറയത്തില്ലെന്ന് പറയുന്നവര്, എല്ലാ പ്രശ്നങ്ങളും വേണമെങ്കിൽ പറയാം, ഇടയനെ വെട്ടി ആടുകൾ എന്ത് ചെയ്തു? ചെതറിപ്പോകും. ക്രൂശിൽ താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വേറെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം, ഉയർപ്പിൻ്റെ ഒരു മൂന്നാം പകലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കണ്ണുനീരിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും തകർച്ചയുടെയും പരാജയത്തിൻ്റെയും ഒന്നും രണ്ടും നാളുകൾ ഉണ്ടെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് രക്ഷ ഏറ്റെടുത്ത ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പിന്റെ പകലുണ്ട്. ഞാൻ അതുമായി കണക്ട് ചെയ്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇത് നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യുവർ കൺഫഷൻ. ഹോൾഡ് ഫാസ്റ്റ് യുവർ കൺഫഷൻ. അപ്പം അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞ അബ്രഹാമിനോട് മോൻ ചോദിച്ച, അപ്പ വിറകുണ്ട്, തീ ഉണ്ട്, ഹോമയാഗത്തിനുള്ള. അബ്രഹാം എന്താ പറഞ്ഞു? നമ്മൾ സാധാരണ അബ്രഹാംമാർ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മൾ ഉൾപ്പെടെ. നമ്മളെന്താ പറഞ്ഞു? എനിക്കൊന്നും അറിയത്തില്ല, വാർദ്ധക്യത്തില്ല കുഞ്ഞിനെ തന്നെ, ഇത്രയും വൈകി തന്ന കുഞ്ഞിനെ ഇതുകൊണ്ട് അർപ്പിക്കാൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെയാണോ അബ്രഹാം പറഞ്ഞു? അബ്രഹാം എന്താ പറഞ്ഞു? മകനെ, ഒരു ആട്ടുംകുട്ടിയെ ദൈവം ഒരുക്കിക്കൊള്ളും. അതാണ് കൺഫഷൻ. യേശുവിന്റെ ശുശ്രൂഷയും മുഴുവൻ യേശു പറഞ്ഞു, മനുഷ്യപുത്രം തകർക്കപ്പെടും, ആണികളാൽ തറക്കപ്പെടും, അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. തന്നെ അവരെ ആണി തറയ്ക്കും, തന്നെ തുപ്പലേൽക്കും, നിന്ദിക്കപ്പെടും. അത് പറഞ്ഞ് കർത്താവ് സ്റ്റോപ്പ് ചെയ്തില്ല. മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കും. ഈ അപ്പൊ വേദനയുടെ പരാജയത്തിന്റെ നടുവിലെല്ലാം വിളിച്ച് പറയണം, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, നീ ആരായിരിക്കും? ഞാനത് തൊട്ട് യോബിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. ആദ്യം യോബിന്റെ സ്നേഹിതന്മാരൊക്കെ പറഞ്ഞു, എനിക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ടാകുന്ന, ഇച്ചിരി നിഗളനം ഉണ്ടാകുന്ന. യോബിന്റെ ചരിത്രം പറഞ്ഞ്, യോബ് വരുമ്പോൾ അവിടുത്തെ പ്രായമുള്ളവർ പോലും എഴുന്നേറ്റ് നിൽക്കും. അത്ര സമ്പന്നൻ ബഹുമാനായ ഒരു വ്യക്തിയായിരുന്നു. അല്ല, അല്പം പ്രയാസം കൊണ്ടാടാ ഇതൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ കുറെ കഴിയുമ്പോൾ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ്, തനിക്ക് മനസ്സിലായി പിശാചിന്റെ കരമുണ്ടെങ്കിലും ദൈവത്തിന്റെ ടെസ്റ്റാണ്. ദൈവത്തിന്റെ ടെസ്റ്റാണെന്ന് മനസ്സിലായപ്പോൾ താൻ പറയുക, എന്നെ ഈ തീച്ചൂളയിലൂടെ ഒന്ന് കടത്തിവിട്ടേ, ഈ ശോധനയിലൂടെ ഒന്ന് കടത്തിവിട്ടേ. താൻ പിന്നെ പറഞ്ഞില്ല, താൻ പറഞ്ഞു, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എനിക്കൊരു കാര്യം മനസ്സിലായി. ഷാജി പാസ്റ്റർ ഇവിടെ നിന്നത്, ഷാജി പാസ്റ്റർ ഇവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അവന്റെ ആത്മശക്തി മീതെ വന്നു. അത് വരുമ്പോ നമുക്കറിയാം, ആ ജീവൻ വരുമ്പോ നമുക്കറിയാം. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഗ്രേസ് ഓഫ് ഗോഡ്. ഒരമ്മയോടൊക്കെ പറഞ്ഞേ, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ഞാൻ മൂന്നാം നാൾ ഗലീലെ കാനാവിലെ മൂന്നാം നാൾ. അപ്പൊ നീ അതിന്റെ നടുവിൽ വിളിച്ച് പറയണം, രോഗാവസ്ഥയെ കിടക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ലെന്നല്ല പറഞ്ഞ, ഞാൻ പുറത്തു വരുമെന്ന് പറയണം. കടഭാരങ്ങളിലൂടെ പോകുമ്പോൾ പറയണം, ഞാൻ പുറത്തു വരും. കാരണം വചനം പറഞ്ഞിരിക്കുന്നത് ഞാൻ വായ്പ വാങ്ങുമെന്നല്ല. എന്തോ വചനം പറഞ്ഞേക്കുന്നത്? യു ലെൻഡ് ടു ദ നേഷൻസ്. നേഷൻസ് എന്നാ പറഞ്ഞേ, നീ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും. രാമി പറഞ്ഞു, എന്റെ പാസ്വേ രാവിലെ ഇങ്ങനൊന്നും പറഞ്ഞ ഞങ്ങളെ പേടിപ്പിക്കില്ലേ? നിന്നെ കുറിച്ച് ആ ദൂത് പറഞ്ഞത്, നീ വിശ്വസിക്കാൻ തയ്യാറായാൽ, നീ വിശ്വസിക്കാൻ തയ്യാറായ അനവധി ജാതികൾക്ക് നീ വായ്പ കൊടുക്കും. അതുകൊണ്ട് വിളിച്ചു പറയാം, യേശുവിന്റെ വിജയം, യേശു പുറത്തു വന്നതിന്റെ കാരണം മരണത്തിന്റെ ശക്തികൾക്ക് പോലും അവനെ പിടിച്ചു വെക്കാൻ കഴിയാതെ മരണപാശങ്ങളെ അഴിച്ച് താൻ പുറത്തു വരാനുള്ള രഹസ്യം താൻ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞ് താൻ പുറത്തു വരുമെന്ന്. എനിക്കറിയാം, നിങ്ങളുടെ പാസ്റ്റർ ആയതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ കടന്നു പോകുന്ന എല്ലാവരുടെയും വിഷയങ്ങൾ ഞങ്ങൾക്കറിയാം. പക്ഷെ എനിക്ക് ഒറ്റ ചോദ്യമേ പറയാനുള്ളൂ. പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു ഒരു വിടുതൽ നടക്കും. അതല്ല ഞാൻ ചോദിക്കുന്നത്. നിനക്കകത്തൊരു ബോധ്യമുണ്ടോ നീ അതിൽ നിന്ന് പുറത്തു വരുമെന്ന്? ഞാൻ ഒരു വിഷയത്തിൽ വിളിച്ചു പറയാം, ഏത് പ്രശ്നത്തിലാണ് നീ തകർന്നത് അവിടെ നിന്നെ മാനിക്കാണ് ദൈവത്തിന് വേണം. ഒരു ദൂത് വരാം, ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ദൈവാത്മ അപ്പാപ്പ തരുന്ന റീമയുണ്ട്, അപ്പാപ്പ തരുന്ന വചനങ്ങളുണ്ട്. അത് നമ്മൾ ധ്യാനിക്കുന്നതല്ല, അന്നേരം ദൈവം തരുന്ന. പ്രവാചിഷ്യന്റെ ഭാര്യ എലിശയിലേക്ക് വരുമ്പോൾ ഈ വിഷയങ്ങൾ പറയുമ്പോൾ, എന്തുകൊണ്ട് നിന്റെ വീട്ടിൽ ഞാൻ എന്താ നിന്നെ ചെയ്യേണ്ടത്? അല്പം എണ്ണയല്ലാതെ നിനക്ക് ആ സ്റ്റോറിലോട്ട് പോകുന്നില്ല. വെറും പാത്രങ്ങൾ വാങ്ങുക, നീ നിന്റെ കുഞ്ഞുങ്ങളും അകത്ത് കയറി കഥ കടച്ച് വെറും പാത്രങ്ങളിലേക്ക് പകരണം. അത് അദ്ദേഹം പറയുന്നുണ്ട്, പാത്രങ്ങൾ കുറവായിരിക്കരുത്. എന്തിനാ പാത്രങ്ങൾ കുറവായിരിക്കരുത് പറഞ്ഞറിയാം? അവിടെ പറഞ്ഞത് ഇതാണ്, പാത്രങ്ങൾ കുറവായിരിക്കരുത് പറഞ്ഞ കാരണം ഒരു ദൂതതയും തരാം. കാരണം ഇവിടെ പ്രശ്നം രോഗമല്ല, ഇവിടെ പ്രശ്നം കടക്കാർ വന്നിരിക്കുക വെളിയിൽ. അന്ന് ഇന്നത്തെ പോലെ കടമല്ല. ഇന്നാന്ന് എന്തെങ്കിലും ചെക്ക് കേസ് ഉണ്ടെങ്കിൽ കേസ് കൊടുത്തു. അവിടെ പിള്ളേരെ അടിമകളായിട്ട് കൊണ്ടുപോകും. ഈ പൈസ ഇത് തീരുന്നോളം വരെ അടിമപ്പണി ചെയ്യും. ചിലപ്പോൾ ആയുഷ്കാലം മുഴുവായിരിക്കും. ദൈവത്തെ സ്തുതിച്ചോണ്ട് അതിനവൾ ഓടി വന്നത് എവിടെ നല്ല ഫൈനാൻസ് എവിടെ കിട്ടുമെന്നല്ല, ഇവിടെ നല്ല ബാങ്ക് കൊണ്ട് ലോൺ കിട്ടുമെന്നല്ല അവൾ നോക്കി. അവൾ ഉടനെ പ്രവാചകനൊക്കെ വന്നു. ഇത് പറഞ്ഞു, ഇതിന്റെ പ്രവാചിഷൻ മരിച്ചു പോയില്ലേ, അയാൾ ഭക്തനായിരുന്നു, നിനക്ക് അറിയാമല്ലോ. അയാൾ ചോദിച്ചു, ഏലിയ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഏലീശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നിന്റെ കയ്യിൽ? ദൈവം എപ്പോഴും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന നിന്നിലുള്ള അല്പം, അത് വിശ്വാസമായിരിക്കാം, അത് പ്രാർത്ഥനയായിരിക്കാം. ഓ അല്പമെണ്ണ, അല്പമെണ്ണ, അവള് നിസ്സാരമെണ്ണ പറഞ്ഞ അല്പമെണ്ണ. പക്ഷെ അല്പം എണ്ണയിലാണ് മനുഷ്യന്റെ. അപ്പൊ എന്താണെന്നറിയോ, അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ ഈ ചിലർക്ക് ഈ ഇത്തിരി ദാരിദ്ര്യം പ്രസംഗിക്കുന്നവർക്കൊക്കെ ഇതൊരു പ്രയാസമായിട്ട് തോന്നുന്നു. എന്നാലും സാരമില്ല, പറയുകയാണ്. ഒറ്റ ആഗ്രഹം, അവിടെ കടത്തിൽ മുങ്ങി അപമാനിതയായിടത്ത് ആ പട്ടണത്തിൽ അവർ മാനിക്കപ്പെടണമെന്നാണ് യേശു ആഗ്രഹിച്ചത്. അതുകൊണ്ട് ആ പാത്രങ്ങൾ കുറവായിരിക്കരുത് പറഞ്ഞു. പക്ഷെ പാത്രങ്ങൾ കുറവായിരുന്നു. ആവശ്യത്തിന് കുറവെന്ന് പറയുന്നത് ആവശ്യത്തിനുള്ളതായിരുന്നു. എണ്ണയുടെ അത്ഭുതം മുറിയിൽ നടക്കുമ്പോൾ, പാത്രങ്ങളിൽ എണ്ണ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ അവിടെ നിന്നുകൊണ്ടോ പറഞ്ഞു, പാത്രം വീണ്ടും. പിള്ളേർ പറഞ്ഞു പാത്രമില്ല എന്ന് പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് അവിടെ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഒരാമയോടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാല് ഇവിടെ അവസാനം അത്ഭുതം നടന്നിട്ടും ദൈവത്തോട് ബന്ധമുള്ള സ്ത്രീയായിരുന്നു. വീണ്ടും പ്രവാചകൻ ചില അത്ഭുതം കഴിഞ്ഞാൽ പിന്നെ ഭാഷണത്തോട് വരുന്നില്ല. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കും, വിടുതൽ കണ്ടാൽ പിന്നില്ല. പക്ഷെ അല്ലെ ദൈവത്തിന്റെ സന്നിധി വരികയില്ല. അവള് വീണ്ടും വന്നപ്പോൾ പ്രവാചകൻ രണ്ട് കാര്യം പറഞ്ഞു. ഇത് വിറ്റ് കടം വീട്ടിയിട്ട് നീ എന്ത് ചെയ്യണം? ഉപജീവനം കഴിച്ചു. എന്തോ അതിനുള്ള സന്ദേശം? കടത്തിന്റെ പ്രശ്നം അവള് വന്നേ. പക്ഷെ കടം വീട്ടിയിട്ട് ഉപജീവനമല്ലായിരുന്നു. വലിയൊരു മാന്യതയെ പ്രവാചകൻ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് പാത്രം കുറവായിരിക്കും പറഞ്ഞു. മനസ്സിലാകുന്ന ഒരു ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചോണ്ട്, നീ എവിടെയാ തകർന്നത്, എവിടെയാ പരാജയപ്പെട്ടത്, എവിടെയാ അവിടെ തന്നെ മാനിക്കാൻ. അതുകൊണ്ട് എന്തോ എന്റെ കാര്യം ആ കഷ്ടതയുടെ നാളുകളിൽ നീ വിളിച്ചു പറയണം. കൺഫഷൻ ഏറ്റു. അതാ നമുക്കൊരു മഹാപുരോഹിതനുള്ളത് കൊണ്ട് പറയുന്നവരത് പുറത്തു വരുന്നത്. ദാവീദിനെ സംബന്ധിച്ച് പറഞ്ഞാൽ താന് ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ട്, താൻ രാജാവാകുന്നതിന് മുമ്പ് തന്റെ തലയിൽ എണ്ണ വീണു. താൻ എപ്പോഴും ശൗലിന്റെ മുമ്പിൽ താൻ ഇങ്ങനെ ഓടി നടക്കുക, ഗുഹകളും വനാന്തരങ്ങളിലും. പക്ഷെ താൻ അതിന്റെ നടുവിൽ പറഞ്ഞ ശേഖിപ്പിനെ വിഭാഗിക്കും, സൂക്കോത്താഴ്വരെ അളക്കും, ഇളയാതെനിക്കുള്ളത്, മനുഷ്യനിക്കുള്ളത്, എഫ്രൈമിന്റെ തലക്കോരി, യഹൂദന്റെ ചെങ്കോൽ, മോവാബിനിക്ക് കഴുകാനുള്ള വട്ടക. ഒരു രാജാവ് എന്തോ പറയുന്ന അതെല്ലാം താൻ പറഞ്ഞു. ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത അബ്രഹാം പറഞ്ഞു, ഞാൻ ഒത്തിരി കുഞ്ഞുങ്ങളുടെ പിതാവാണ്. ദൈവത്തെ സ്തുതിച്ച്. അതുകൊണ്ട് വചനം പറഞ്ഞു, വീക്ക് സേ ഐ ആം സ്ട്രോങ്, പൂർ സേ ഐ ആം റിച്ച്. നീ സമ്പന്നനായിട്ട് സമ്പന്നൻ എന്ന് പറയരുത്. നീ അതിനു മുമ്പ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരാമീൻ ഉറക്കം പറഞ്ഞാട്ട്, നീ ബലം വരാനായിട്ട് നീ നിൽക്കരുത്. അതിനു മുമ്പ് നീ പറയണം, ഞാൻ ബലമുണ്ടെന്ന്. ഇന്ന് പകൽ എന്ത് നീ പറയുന്നോ എനിക്കറിയത്തില്ല. പരിശുദ്ധമ്മ പറയുന്നു, എന്ത് നീ പറയുന്നോ അതിലേക്ക് നീ വരാൻ പോവാ. എന്ത് നീ പറയുന്നോ അവിടേക്ക് നീ വരാൻ പോവാ. എന്ത് നീ പറയുന്നോ അത് മാത്രമേ നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. എന്ത് പറയുന്നോ